അന്ത്യകാലത്ത് വിവിധ ഉപദേശങ്ങളെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥന എന്താലെന്ത്, പ്രാർത്ഥന എവിടെ വെച്ച് ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ഇതെല്ലാം ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 2-3 പേർ കൂടുന്നിടത്തെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്ന് യേശു പറഞ്ഞിരിക്കുമ്പോൾ നമ്മളത് വിശ്വസിച്ച് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് നമ്മൾ 2-3 പേര് കൂടി ദൈവത്തെ സ്തുതിക്കുന്നതെങ്കിൽ അവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഈശ്വരനെ തേടി നമ്മൾ നടക്കേണ്ട കാര്യമില്ല. ഈശ്വരൻ ഒരു കല്ലോ ശിലയോ മരമോ യാതൊരു വസ്തുവിനോടും അതിനെ ഉപമിക്കാൻ സാധിക്കുകയില്ല. ദൈവം ദൈവമായിട്ട് തന്നെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കുകളും വാക്കുകളായി തന്നെ ഇരിക്കുന്നു. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ലെന്ന് യേശു ജനത്തെ പഠിപ്പിക്കുവാനിടയായി. അങ്ങനെ ആണ് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കെട്ടും കെട്ടിക്കൊണ്ട് ദൈവത്തെ അന്വേഷിച്ചെങ്ങും നമ്മൾ പോകാറുമില്ല. ഈ അടുത്ത സമയത്ത് ഒരു ദൈവത്തിൻ്റെ ശ്രേഷ്ഠദാസൻ എന്ന് ഞാൻ വിശ്വസിക്കുന്ന PG വർഗീസ് അങ്കിൾ എന്നെല്ലാവരും വിളിക്കുന്നതായ പാസ്റ്റർ PG വർഗീസ് ഒരു സ്ഥലത്ത് ആരാധന നടത്തുമ്പോൾ അദ്ദേഹം ഒന്ന് സന്തോഷത്താൽ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുവാനിടയായിത്തീർന്നു. അത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധ ശൈലിയാണ്. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം മനുഷ്യൻ്റെ നല്ല ജീവിതത്തിന് മാതൃകാപരമായ പുസ്തകങ്ങളാണ് അവയെല്ലാം. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് വസ്ത്രധാരണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ദൈനംദിന ജീവിതം ചിലവാക്കേണ്ടതെന്നൊക്കെ അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ പറയുന്ന ഒരു മനുഷ്യനാണ്. പ്രത്യേകമായ ഒരു കാര്യം, അദ്ദേഹം പട്ടാളത്തിലായിരുന്നു ഒരു കാലത്ത്. അവിടെ നിന്നാണ് ദൈവം അദ്ദേഹത്തെ വിളിച്ച് വേർതിരിച്ചത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കർത്താവിൻ്റെ ശുശ്രൂഷ വളരെ ശക്തമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ മനുഷ്യന് ഏകദേശം 80 വയസ്സോളം പ്രായമുണ്ട്. അദ്ദേഹം ഒരു സ്ഥലത്ത് ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തുള്ളിച്ചാടി ആരാധിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. അങ്ങനെ ചെയ്യുന്നയാളുമാണ്. നമ്മൾ ദിവസം നിസ്സാര കാര്യങ്ങൾ പോലും അദ്ദേഹം പറയാറുണ്ട്. നമ്മൾ ദിവസവും പല്ല് തേക്കണം, കുളിക്കണം, ദൈവവചനം വായിക്കണം, നമ്മൾ വിവാഹത്തിന് മുമ്പ് വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം വളരെ ചിന്തിച്ച് എടുത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പല മീറ്റിങ്ങുകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ധാരാളം ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഉപദേശം വളരെ അനുഗ്രഹപ്രദമായി തീരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനിയും
അദ്ദേഹത്തെ ആര് വിമർശിച്ചാലും എന്ത് പറഞ്ഞാലും ആ ശൈലിക്ക് വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരു ഹാൽവിൻ എന്ന് പറയുന്ന പാസ്റ്റർ അദ്ദേഹത്തെ വിമർശിക്കുവാനിടയായിത്തീർന്നു. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ പ്രായമോ അല്ലെങ്കിൽ പ്രായം പോകട്ടെ, ഈ ശ്രേഷ്ഠനായ മനുഷ്യനെ വിമർശിക്കാൻ ഈ ഹാൽവിൻ എന്ന് പറയുന്ന ദൈവദാസന് ഒരു യോഗ്യതയും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഹാൽവിൻ പാസ്റ്റർ കാണുന്നവരെയും കേൾക്കുന്നവരെയൊക്കെ വിമർശിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ജോലി. കുറച്ച് ദിവസത്തേക്ക് മുമ്പ് TPM വിശ്വാസികൾ സ്വർഗത്തിൽ പോവില്ല എന്ന് ഉള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. മറ്റു പലരെയും ആരെങ്കിലും എവിടെയെങ്കിലും പ്രസംഗിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ അതിനെ എടുത്ത് അതിനെ വ്യാഖ്യാനിച്ച് ഒരു തെറ്റായ രൂപത്തിൽ കൊണ്ടുവരുന്ന ഒരു രീതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. പക്ഷേ കേൾക്കുന്നവർക്കും എന്നെപ്പോലെ നിഷ്പക്ഷ മനസാക്ഷിയുള്ളവർക്കും അതൊരിക്കലും ശരിയായ കാര്യമില്ല. ഞങ്ങളിത് കേൾക്കുകയാണല്ലോ. പാസ്റ്റർ ആൽവിൻ ഒരു കാര്യം ചിന്തിക്കണം. ആൽവിൻ പ്രസംഗിക്കുമ്പോൾ അനേകർ മാനസാന്തരപ്പെടുന്നത് പോലെ തന്നെ പലരും ആൽവിൻ പാസ്റ്ററെയും വിമർശിക്കാറുണ്ട്. അപ്പോൾ വിമർശിക്കുന്നവർ വിമർശിക്കും, കൈക്കൊള്ളുന്നവർ കൈക്കൊള്ളും. പക്ഷേ PG വർഗീസിനെ പോലുള്ള ആളുകളെ വിമർശിക്കുന്നത് ഈ ലോകത്തിലെല്ലാവരും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. സുവിശേഷീകരണത്തിന് ധനം ആവശ്യമുണ്ട്, അത് സന്മനസ്സുള്ളവർ കൊടുക്കുന്നു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് നിർബന്ധത്താൽ പൈസ ആരും ചോദിക്കാറില്ല. നിങ്ങൾ ഇത്ര രൂപ കൊടുത്തതിന് ശേഷമേ ഇന്ന വഴിപാട് കഴിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിബന്ധനയും ഒരു ചർച്ചകളിലും ഞാൻ കണ്ടിട്ടുമില്ല. ആർക്ക് വേണമെങ്കിലും കയറി ചെന്ന്, ഒരു കൊലപാതകന് വേണമെങ്കിലും ഒരു ആരാധന സ്ഥലത്ത് കയറി ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനെ ആരും വിമർശിക്കാറില്ല. വിമർശിച്ചതുകൊണ്ട് കാര്യവുമില്ല. ആളുകൾ മാനസാന്തരപ്പെടുക മദ്യപാനത്തിൽ നിന്ന്, വെറിക്കൂത്തുകളിൽ നിന്ന്, ജാതി മത ചിന്തകളിൽ നിന്ന് എല്ലാം വ്യത്യാസം വരുത്തി ഏകരക്ഷാ മാർഗത്തെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ക്രിസ്തുവിൻ്റേത്. ക്രിസ്തു ഒരു മതമോ മത കൂട്ടായ്മയോ അല്ല. കർത്താവ് സർവ്വലോകത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. കർത്താവ് ഒരു ദീപമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവാണ്. ഞാൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞു. ഇതാണ് ക്രിസ്തു. അപ്പം ഇതിനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ തന്നെ ഇതിനെ മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്യുന്നു. യേശു പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ തമ്മിൽ വിമർശിക്കരുത്. നിങ്ങൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണണം. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ പക്കലുണ്ട്, ഞാൻ കൊടുത്തുകൊള്ളും. വിതയ്ക്കുമ്പോൾ ചിലത് പാറസ്ഥലത്ത് വീഴും, ചിലത് വഴിയരികെ വീഴും, ചിലത് മുള്ളിനിടെ വീഴും, ചിലത് നല്ല സ്ഥലത്ത് വീഴും. അപ്പോൾ ഇത് സംഭവിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ഹൃദയം നല്ല വിത്ത് നല്ല നിലം പോലെ ഒരുക്കിയിരിക്കുന്നാൽ നമുക്ക് നല്ല ഫലം കായ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ല, ബൈബിളിൽ പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ കയ്പും
ഈശയും ശാഠ്യവും ഉണ്ടെങ്കിൽ അത് കയ്പായത് തന്നെ മുളയ്ക്കുകയും വളരുകയും ചെയ്യുമെന്നുള്ളത് സംശയമില്ല. അപ്പോൾ ഞാൻ ഒരു പെന്തക്കോസ്ത വിശ്വാസിയാണ്. എന്നാൽ ഇവിടെ നടക്കുന്ന യാതൊരു സംഘടനയുടെയും വാക്താവൊന്നുമല്ല. ഞാൻ വിശ്വസിക്കുന്നത് വേദപുസ്തകത്തെ പരിശുദ്ധ സത്യ വേദ പാഠപുസ്തകം എന്നാണ് അതിൻ്റെ പേര്. അതിലെന്തെഴുതിയിരിക്കുന്നു അതിനെ അനുസരിക്കുക, അതിനെ പ്രകീർത്തിക്കുക, അതിൽ വിശ്വസിക്കുക എന്നതാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് ഒരു സംഘടനയുടെ കൂട്ടായ്മയിൽ കൂടെ നിൽക്കുന്നുവെങ്കിലും അവർ മാത്രമാണ് ശരി, മറ്റുള്ളവരൊന്നും തെറ്റായ കാര്യങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരിക്കലും ആ ചിന്താഗതി ഉള്ളവനല്ല ഞാനും. എന്നാൽ ഹാൽവിൻ ഈ PG വർഗീസിനെയും വിമർശിക്കുന്നത് കേട്ടപ്പോൾ അതൊരു തെറ്റായ കാര്യമാണെന്ന് അദ്ദേഹത്തോട് സ്നേഹമായിട്ടൊന്ന് പറയേണ്ടതായ കാര്യമുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു പ്രത്യേക എന്ത് പറയാനെന്ന് ചോദിച്ചാൽ കലാകാരനെന്ന് പറയണോ, ഹാസ്യകാരനെന്ന് പറയണോ, അതോ രാഷ്ട്രീയക്കാരനെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തോടാണ് PG വർഗീസിനെ ഉപമിക്കുകയും ആ കലാകാരനേക്കാൾ നല്ലവളാണ് ശശികല എന്ന് പറയുന്ന ഒരു സുവിശേഷ വിരോധി. എവിടെ കണ്ടാലും സുവിശേഷത്തെ എതിർക്കുന്ന ഒരു മഹതി. അവരെ എന്ത് പറയാനെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവരാണ് ശ്രേഷ്ഠ എന്ന് പറയാൻ പോലും ഹാൽവിന് കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വളരെ 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 മോശമായ ഒരു കാര്യമാണ്. യൂട്യൂബിലൊക്കെ വന്നത് ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹാൽവിൻ പാസ്റ്റർ ഒന്ന് തിരുത്തി പറയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇകഴ്ത്തിക്കെട്ടുന്ന ഏതൊരു വ്യക്തിയേക്കാളും പോഷത്വമായത് മറ്റൊന്നുമില്ല. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നുവെന്നാണ്. അന്യ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവന് ശിക്ഷ വരാതിരിക്കുകയില്ല, ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. അന്യ വിഗ്രഹാരാധന ദൈവം ഏറ്റവും വെറുക്കുന്ന ഒന്നാണ്. ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം സൃഷ്ടാവാണ്. എന്തിനെയൊക്കെ സൃഷ്ടിച്ചു? സകലത്തെയും സൃഷ്ടിച്ചു. ആകാശത്തെ, ഭൂമിയെ, വെള്ളത്തെ, പശുവിനെ, പട്ടിയെ, പൂച്ചയെ, പഴുതാരനെ, പാമ്പിനെ, പല്ലിയെ ഒക്കെ സൃഷ്ടിച്ചത് ദൈവമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ആ സൃഷ്ടിയെ ഭജിക്കുന്നവരെ പുകഴ്ത്തി പറയാൻ തുടങ്ങിയാൽ അത് ഒട്ടും യോഗ്യമായ കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത് പറയാനുള്ളത്, ഞാനും ഇപ്പോൾ പറയുന്നത് ശരിയല്ല. മറ്റുള്ളൊരു ദൈവദാസനെ ഇകഴ്ത്തിക്കാട്ടുന്ന അതിനേക്കാൾ ഒരു തെറ്റായ കാര്യം വേറെ ഏതാണുള്ളത്? കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് ദൈവം ശിക്ഷ കൊടുക്കാൻ തയ്യാറായിരിക്കുമ്പോൾ നമ്മൾ തന്നെ അത് ഏറ്റെടുത്ത് ശിക്ഷ കൊടുക്കുന്നത് അത് ദൈവത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്.
മറ്റൊരു ഈ ലോകത്തിൽ അനേകർ വിമർശിക്കുന്നവരുണ്ട്. ധാരാളം പേര് വിമർശിക്കുന്ന, പാസ്റ്റർമാരെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അത് ചെയ്യുന്നതിന് തെറ്റായ കാര്യവുമല്ല. അവരത് ചെയ്തോട്ടെ, അവർ ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു ദൈവദാസൻ അത് ചെയ്യാൻ പാടില്ല. ITU-കാരനെന്ന് പറഞ്ഞ ഒരു ചാനലുകാരനുണ്ട്. അയാൾ തേടിപ്പിടിച്ച് പെന്തക്കോസ്തുകാരെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അത് ചെയ്യാം. അദ്ദേഹത്തിന് പിന്നെ നിയമങ്ങളൊന്നും, ക്രിസ്തീയ നിയമങ്ങളൊന്നും അനുസരിക്കേണ്ട കാര്യമില്ല. ചിലതൊക്കെ ചിലപ്പോൾ ശരിയായിട്ട് പറയുന്നുണ്ടെങ്കിലും ദൈവദാസന്മാരെ ഇകഴ്ത്തി പറയുക, എവിടെയെങ്കിലും ഒരു ഈ I2I-കാരൻ പൈസ വാങ്ങാതെയല്ല അദ്ദേഹം ചെയ്യുന്ന സേവനമെന്ന് ചെയ്യുന്നത്. ഈ ലോകത്തിൽ പൈസയില്ലാതെ ചെയ്യുന്ന ആരുമില്ല, ചെയ്യാനൊക്കെയുമില്ല. കാരണം ഒരു യൂട്യൂബ് ചാനൽ ചെയ്യണമെങ്കിൽ ഒരു ക്യാമറ വേണം, അതിൻ്റെ ഉപകരണങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ തന്നെ നല്ല പൈസ ചിലവാകും. ഈ ചിലവാക്കി സാധാരണ ആരും ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹവും പറയും പെന്തക്കോസ്തുകാരെല്ലാം പൈസ വാങ്ങിക്കുന്നു. IPC-യുടെ നേതാവായിരിക്കുന്ന മത്സം പാസ്റ്റർ പൈസ വാങ്ങുന്നു. ശാമുവേൽ പാസ്റ്റർ, അസംബ്ലി സഭയുടെ നേതാവായിരിക്കുന്ന TJ ശാമുവേൽ സാറ് പൈസ വാങ്ങിക്കുന്നു. എല്ലാവരും വാങ്ങിക്കുന്നു. അദ്ദേഹം പൈസ വാങ്ങിക്കുന്നത് മാത്രം വെളിയിൽ പറയില്ല. മന്ത്രിമാർ എത്ര 1000 രൂപയാണ് ഓരോ മാസവും വാങ്ങുന്നത്. ഒരു ടീച്ചറും വാങ്ങുന്നു, ഒരു കൂലിക്കാരനും പൈസ വാങ്ങുന്നു. പക്ഷേ ഈ പെന്തക്കോസ്തുകാരും പൈസ ചോദിച്ച് വാങ്ങുന്നില്ല. വാങ്ങുന്നുണ്ടെങ്കിൽ അവർ പെന്തക്കോസ്തുകാരല്ല. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കൊടുക്കുന്നത് നല്ലതാണ്, കൊടുത്താൽ നിങ്ങൾക്കും കിട്ടും. ആരൊക്കെ കൊടുക്കുന്നോ, കർത്താവിന് വേണ്ടി കൊടുക്കുന്നോ, അത് അവർക്കും കിട്ടും. ഒരു ചർച്ചിലും എൻ്റെ തോന്നൽ, എൻ്റെ അറിവ്, ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇത്ര രൂപ ചിലവുണ്ടെന്ന് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് തെറ്റായ കാര്യമാണ്. ഒരു പ്രാർത്ഥനയ്ക്ക് ഇത്ര രൂപ ചിലവുണ്ടെന്ന് രസീത് എഴുതി കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന അല്ല. ആ കൂട്ടായ്മ അങ്ങനെ അല്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നല്ല മനസ്സോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. സമാഗമന കൂടാരം പണിയാൻ വേണ്ടിയും മോശയോട് ദൈവം പറഞ്ഞത് നല്ല മനസ്സോടെ കൊണ്ടുവരുന്നവനോട് മാത്രം വാങ്ങുക. ഞാൻ ഈ ഭാഗങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. പാസ്റ്റർ PG വർഗീസിനെ പോലുള്ളവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഇകഴ്ത്തിക്കാട്ടുവാൻ പാസ്റ്റർമാർ തന്നെ തുനിയരുതേ എന്നുള്ള അഭ്യർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചെപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. നിങ്ങളാരും അതിനൊന്നും വിഷമം വിചാരിക്കേണ്ട. ഈ പറയുന്ന വിഷയങ്ങളിൽ വചനവിരുദ്ധമായിട്ട് ഞാനും വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ 73 എപ്പിസോഡുകളുണ്ട്. അതിൽ ഏതെങ്കിലും കാര്യം
ദൈവവചന വിരുദ്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ധൈര്യമായി ചോദിക്കാം. അത്രയും ആധികാരികമായി തന്നെയാണ് ഞാൻ പറയുന്നത്. ദൈവവചനാടിസ്ഥാനത്തിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.